പഴുത്ത മാങ്ങ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം. റവ നിങ്ങൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി ഇതൊന്ന് വറുത്തെടുക്കണം. ആ ഒരു നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ രുചിയും ഒന്നും കൂടെ കൂടും. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കണ്ട, ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം ഇതൊന്ന് വറുത്തെടുത്താൽ മതി. അത് മാറ്റിയെടുത്തിട്ടുണ്ട്. വീണ്ടും പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു റവ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് കട്ടിയായിട്ട് വന്നു തുടങ്ങും. ഇപ്പോൾ ഇത് റവയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല പോലെ തന്നെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി 1 കപ്പ് മാങ്ങയുടെ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയിൽ നാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അഥവാ അരച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ 1 കപ്പ് മാംഗോ പ്യൂരി കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു പഞ്ചസാരയൊക്കെ നല്ലതായി അലിഞ്ഞ് ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വന്ന് തുടങ്ങും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് കട്ടിയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായിട്ട് വന്നു തുടങ്ങുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വളരെ കുറച്ച് നെയ്യ് മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ അത് ഓരോ സ്റ്റേജിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയ്യുടെ ഫ്ലേവർ നല്ലപോലെ കിട്ടും. ഇപ്പോൾ ഈ ഒരു പാകത്തിനാകുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കിംഗ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മുറിഞ്ഞു വീഴുന്ന കൺസിസ്റ്റൻസി ആകുന്നത് വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. ഒരുപാട് കട്ടിയാക്കി എടുക്കണ്ട. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പഴുത്ത മാങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടില്ല, കേസരിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ആ ഒരു മാങ്ങയുടെ ടേസ്റ്റ് വരുമ്പോൾ ഈ ഒരു കേസരിയുടെ രുചി ഒന്നും കൂടെ കൂടും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.